എൻ്റെ തമ്പുരാനെ, ഇമാതിരി ബുദ്ധി ഒരുത്തനും കൊടുക്കരുതേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ABC ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന് ഈ പൾപ്പ് പോലത്തെ പണ്ടാരം വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ ഏതോ പണ്ടാറടങ്ങായിരുന്ന സമയത്ത് എനിക്ക് തോന്നി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉരുക്കി. എൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങളും മെൽറ്റായി പോകരുത് കേട്ടോ ഗൈസ്. എന്നിട്ട് ഇതിനകത്തോട്ട് ഈ പൾപ്പ് പോലത്തെ പണ്ടാരം ഇട്ട് ഉടച്ച് ഇളക്കി കുഴച്ച് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മിൽക്ക്, മീൻ പെട്ടുന്ന കത്രയെ കൊണ്ടാണ് പൊട്ടിച്ചത്, ഒന്നും വിചാരിക്കില്ല, ഇതേ ഉള്ളൂ ഇവിടെ ആകെ. എന്നിട്ട് ഇതിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ചും കൂടെ പാലുണ്ടായിരുന്നു, അതിൻ്റെ അഹങ്കാരവും കൂടെ കാണിക്കാൻ ഒരു ഗ്ലാസും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഷേക്ക് പരുവത്തിൽ കുഴച്ചൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പഞ്ചസാര ഇടണമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണോ എന്ന് ദൈവത്തിനറിയാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴാണ് മൈദ, ഈയിടെ ചൈനക്കാരുടെ വീഡിയോ കണ്ട് 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 എനിക്ക് മൈദപ്രാന്താണ്, അങ്ങനെ മൈദ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ കാണിക്കുന്ന തോന്നിയവാസം എൻ്റെ തന്നെ തലയിൽ ഉദിച്ചാണ്, വേറെങ്ങും കണ്ടിട്ടല്ല കേട്ടോ. മുട്ട ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ കാണിക്കുന്ന കരവിരുത് എന്ന് പറയുന്നത് ഫ്രഷ് ക്രീം, ഇതിനകത്തൊക്കെ ആഡ് ചെയ്യുമെന്ന് തമ്പുരാൻ അറിയാം. പക്ഷേ ഇന്ദുഷാ ബാബു ഇതിനകത്ത് ആഡ് ചെയ്തു. കഴിച്ചു നോക്കിയപ്പം ആദ്യം എനിക്കൊന്ന് ഛർദ്ദിക്കാൻ തോന്നി. പിന്നെ ഒരു ചെറിയ പീസ് ഡയറി മിൽക്ക് ഉണ്ടായിരുന്ന ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ചോറുണ്ണുന്ന പാത്രമാണേ, ഇതിനകത്തോട്ട് കുറച്ച് നെയ്യിട്ടിട്ട് ഇതുപോലെ മൈദ ടപ്പേട്ടിപ്പെന്ന് തട്ടിക്കൊടുത്തിട്ട് ഈ സംഭവം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു വെച്ചിട്ട് നമ്മുടെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി. ഉപ്പൊക്കെ ഇട്ട് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ സമയത്ത് അപ്പച്ചമ്പിലിട്ട് വേവിക്കാൻ തോന്നി, പണ്ടാറിറക്കി.